UAE-യിൽ സ്വദേശിവൽക്കരണം ആരംഭിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അടുത്ത 3 വർഷത്തിനുള്ളിൽ സ്വദേശിവൽക്കരണം ഊർജിതമാക്കാനാണ് UAE ഭരണാധികാരികളുടെ തീരുമാനം. ഇതിനായി രാജ്യത്ത് 20,000 തൊഴിൽ അവസരങ്ങൾ സ്വദേശി പൗരന്മാർക്കായി സൃഷ്ടിക്കും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അധ്യക്ഷനായ മന്ത്രിസഭാ യോഗം ഇതിനായി 10 തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വദേശിവൽക്കരണം സജീവമായി നിലനിൽക്കുന്നുവെന്നും ഫെഡറൽ സർക്കാർ അത് പിന്തുടരുമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. പ്രാദേശിക സ്ഥാപനങ്ങൾ അത് ക്രമപ്പെടുത്തുകയും നിയമ നയ സാമ്പത്തിക സഹായങ്ങൾ നൽകുകയും ചെയ്യും. ഇതോടെ പ്രവാസികൾ വലിയ ആശങ്കയിലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബാങ്കുകൾ, വ്യോമമേഖല, ഇത്തിസലാത്ത്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ അടുത്ത 3 വർഷത്തിനകം 20,000 തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് പ്രഥമ തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടാതെ 18,000 സ്വദേശി പൗരന്മാരെ തൊഴിലിന് പ്രാപ്തരാക്കുന്ന പരിശീലനങ്ങൾക്കായി 30 കോടി ദിർഹമിന്റെ ഫണ്ടിന് അംഗീകാരവും നൽകി കഴിഞ്ഞു. നികുതി വഴി ലഭിക്കുന്ന തുകയുടെ ഒരു വിഹിതവും സ്വദേശിവൽക്കരണത്തിന് സഹായകരമായി വിനിയോഗിക്കും. സ്വദേശികൾക്ക് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം നൽകി അവരെ തൊഴിലിന് പ്രയത്നമാക്കും. പ്രതിവർഷം 8,000 പേരെ സ്വകാര്യ മേഖലയിൽ നിയമിക്കാൻ ആവശ്യമായ തൊഴിൽ പരിശീലനമാണ് ഇത്തരത്തിൽ നൽകുക. സൗദിയിൽ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം 20% എത്തിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ. സ്വദേശികളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിനായി ആരംഭിച്ച വിവിധ പദ്ധതികൾ മുഖേന വിദേശികളുടെ തൊഴിൽ നഷ്ടത്തോത് കൂടിയതായാണ് പുതിയ കണക്കുകൾ പുറത്തുവരുന്നത്. ഇത്തരത്തിലുള്ള പുതിയ കണക്ക് പ്രകാരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മൊത്തം വിദേശികളുടെ എണ്ണം 66 ലക്ഷമാണ് എന്നുള്ളതും തെളിഞ്ഞു കഴിഞ്ഞു. ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് സൗദിയിലെ സ്വകാര്യ മേഖലയിലെ സ്വദേശിവൽക്കരണം 20.3% ഉയർന്നുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1.3% വർധനമാണ് ഇപ്രാവശ്യം ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ നിന്നും ഗോസിയിൽ രജിസ്റ്റർ ചെയ്ത മൊത്തം ജീവനക്കാരുടെ എണ്ണം 82.5 ലക്ഷമാണ്. ഇവരിൽ 16.7 ലക്ഷം പേരാണ് സ്വദേശികൾ. ബാക്കിയുള്ള 65.8 ലക്ഷം പേരും വിദേശികളുമാണ്. ഇത്തരത്തിൽ സ്വദേശികൾക്കിടയിൽ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി കൊണ്ടുവന്ന വിവിധ പദ്ധതികൾ 100% വിജയകരമാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. 2.5 വർഷത്തിനിടയിൽ 19 ലക്ഷം വിദേശികൾക്കാണ് ഇതുകൊണ്ട് തൊഴിൽ നഷ്ടമാകുന്നത്. പുതുതായി ടെലികോം, IT മേഖലകളിലും ഹോട്ടലുകൾ, റിസോർട്ടുകൾ തുടങ്ങിയ ആതിഥേയ മേഖലകളിൽ കൂടി സ്വദേശിവൽക്കരണ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനും ഈ പുതിയ നടപടി കാരണമാകുമെന്നും ഉറപ്പ് തന്നെയാണ്. എന്തായാലും പ്രവാസികളെ ഏറെ ആശങ്കയിലാക്കുന്ന ഈ വാർത്തയുടെ പര്യവസാനം എങ്ങനെയായിരിക്കുമെന്ന് അറിയാനുള്ള ആശങ്കയിലാണ് മിക്ക ജനങ്ങളും. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.